ഹൃദയരായ നാട്ടുകാരെ, വീട്ടുകാരെ, പിന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ സസ്വാഗതം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അപ്പോൾ നമുക്ക് ജോലി ഇല്ല. ഞാൻ ഉറക്കത്തിൽ നിന്നും അവസാനം എണീറ്റു. എങ്ങനെയാണെന്നല്ലേ? വെളിച്ചം കാരണം കാണണോ നിങ്ങൾക്ക് ഇന്നത്തെ വെളിച്ചത്തിൻ്റെ അവസ്ഥ? അവിടുത്തെ ജനല് നോക്കിയേ, ബൾബ് അത്ര വലിയ കത്തിക്കിടക്കണേ, അത്രയും വെളിച്ചം. എൻ്റെ കണ്ണിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ കർട്ടനിട്ടു എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തുളച്ച് കയറണ വെളിച്ചമാണ് ഗൈസ്, തുളച്ച് കയറണ വെളിച്ചം. സമ്മർ ആയാലും ഇവിടെ ഇങ്ങനെയാണ്. ഞാൻ ഇവിടുത്തെ പുറത്ത് വെളിച്ചം കൂടി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. അമ്മാതിരി വെളിച്ച. അയ്യോ, എനിക്കാണെങ്കിൽ ബോധം വന്നില്ല. കാരണം കുറേ ദിവസമായിട്ടേ ഒടുക്കത്തെ ഷിഫ്റ്റും പരിപാടികളൊക്കെ അല്ലേ, അതുകൊണ്ട്. അപ്പോൾ അടുക്കളയിലൊന്നും കയറാൻ പറ്റണല്ലോ. അതായത് കണ്ണ് തുറന്നിട്ട് ഞാൻ തുറന്നു വരണേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നല്ല സുഖ. അയ്യോ, ശാന്ത സുന്ദര ആ പാട്ടോടുണ്ട് വരും. അയ്യോ, ഒടുക്കത്തെ വെളിച്ചം, അതേപോലെ കിടില ഫ്രെയിം, അത്യുജ്വലമായ ഫ്രെയിം, അത്രയൊക്കെ ഉള്ളൂ. ഓഫ്. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറി ക്ലീനിങ്, തുണി അലക്ക്, ഫുഡ് ഉണ്ടാക്കൽ, അതിലുപരി ഒരു ലക്ഷറി ഉറക്കം. അതിൻ്റെ കൂടെ കുറച്ച് മുടിയൊക്കെ സൈഡിലൊക്കെ വെട്ടാം. എൻ്റെ മുടി വെട്ട് ഞാൻ തന്നെയാണ്, പക്ഷെ ഇച്ചിരി കൂടി ബാക്കിൽ മുടിക്ക് നീളം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ പോയി വെട്ടും. അപ്പോൾ കുറച്ച് നേരം കൂടി പോയി കിടന്നുറങ്ങട്ടെ. ഈ വെളിച്ച് കണ്ണിലടിച്ചപ്പോൾ എനിക്കപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്താണ്. ഓക്കെ, ബൈ. Time is around 11 AM. I haven't even started doing anything. I feel nothing. Maybe because of my overwork. I'm completely tired. I don't know what to do. I'm like just making sure the time is going. So if you guys are like me, like doing overwork all days, please don't give enough rest for your body, because body needs enough rest. But I won't do that. Maybe after 2 days of rest I start my work again, because work and student life abroad is like they should go together. For that I have to sacrifice so much for my body. Like, I can't sacrifice so much for my body. I have to maintain my lifestyle as well, so I have to work. At the same time I have to rest as well. So for you guys, I have to tell you one tip, that you rest and work at the same time. I don't know how, but figure out yourself. എൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് നിങ്ങൾ പറ. ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം വരാറുള്ളൂ. എന്നൊക്കെ ആയാലും ഇടയ്ക്കിടയ്ക്ക് ഇമ്മാതിരി സാധനം നമ്മൾ അടിച്ചുവിടും, പക്ഷെ എപ്പോഴൊന്നും വരാറില്ല. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഔട്ടാണ്. കാരണം കഴിഞ്ഞ 4 വെള്ളി, ശനി, ഞായർ, തിങ്കൾ 4 ദിവസമേ ഹെവി ലോഡ് എടുത്തപ്പോൾ എൻ്റെ കിളി പാറിപ്പോയി. ഇനി 2 ദിവസം ശാന്ത സ്വരൂപമായ അതിമനോഹരമായ ദിവസമായിരിക്കും. ഞാൻ ഇനിയിപ്പോൾ തുടങ്ങുകയാണ്. സ്റ്റെപ്പ് 1, പോർക്കറിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവനെ വെട്ടി നുറുക്കി കറിയാക്കണം. കാരണം 4 ദിവസത്തിലാകെ 2 ദിവസം ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നത്തെ 2 ദിവസം ഫുള്ള് പുറത്തുനിന്ന് കഴിച്ചത്. കാരണം വെളിച്ചാവുമ്പോൾ പോവും, ഇരുട്ടാവുമ്പോൾ വരും, പിന്നെ നേരെ കട്ടിലുമ്പോൾ കിടക്കുന്നു, ഓഫ് ആവുന്നു. സോ പോർക്കറി ഉണ്ടാക്കുന്നു, മുറി ക്ലീൻ ചെയ്യുന്നു, അങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് പോവുകയാണ്. സോ ഐ സ്പീക്ക് ഇംഗ്ലീഷ് ലൈക്ക് ദിസ്, ബട്ട് നോട്ട് ഓൾവേസ്, അറ്റ് ടൈം ടു ടൈം. ഇടയ്ക്കിടയ്ക്ക് മൂഡ് വരുമ്പോൾ നല്ല സെറ്റ് ഇംഗ്ലീഷ് വരും, ഇടയ്ക്കിടയ്ക്ക് ചവർ ഇംഗ്ലീഷ് വരും. എല്ലാവരും കൂടി കൂട്ടിക്കുഴച്ചൊരു പ്രത്യേക ഇംഗ്ലീഷ്. മനസ്സിലായോ? സോ ദാറ്റ്സ് ഇറ്റ്. പ്രഭാത പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടതുപോലെ മുറി ഞാൻ അടക്കി ഒതുക്കി. അതേപോലെ തന്നെ തുണി അലക്കാൻ വേണ്ടിയുള്ള ടോക്കണും താക്കോലും എടുത്തു. അതിന് മുൻപ്, ഈ പറഞ്ഞ സാധനങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം ചെയ്തിരുന്നു. അതായത് ഇറച്ചി നുറുക്കി കുട്ടപ്പനാക്കി വെച്ചു. കാരണം ഇറച്ചി നുറുക്കി കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് അവന് ഊർജ്ജം കിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഊർജ്ജം കിട്ടുന്ന സമയം കൊണ്ട് ഞാൻ മുറി ക്ലീനാക്കി, മുറി ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി, ബെഡ്ഷീറ്റ് മാറ്റി, അത് കഴിഞ്ഞിട്ട് ബാത്റൂം ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി, ആർഭാടായിട്ടില്ല, ചെറുതായിട്ടൊന്ന് കഴുകി, മുറിയൊക്കെ ക്ലീനാക്കി. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു 1/4 മണിക്കൂർ കയ്യിൽ നിന്ന് പോയി കിട്ടി. അതൊക്കെ ഇപ്പം തന്നെ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണിൽ ചാർജും തീരാറായിരുന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അതും കൂടി കയറി കിട്ടി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രവൃത്തി, ഇന്നത്തെ ഒഴിവ് ദിവസത്തെ അടുത്ത പ്രവൃത്തിയായ പോർക്കറി ഉണ്ടാക്കൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണക്കാർ അല്ല, എന്നെപ്പോലെ തലയ്ക്കോളം ഉള്ളവന്മാർ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾ കാണുന്നത്. സവോള ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ സവോള ആയിരിക്കില്ല ആദ്യം ഇടുന്നത്. പോർക്ക്
പോർക്കാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. പോർക്ക് അവിടെ കിടന്ന് വെന്തോളും. പോർക്കിടുക. എന്നിട്ട് ആ പോർക്കിട്ട വെള്ളത്തിൽ തന്നെ കുറച്ചും കൂടി വെള്ളം കൂടെ ഒഴിക്കുക. പോരാ, കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. കൊള്ളാം. ലെറ്റ് ഇറ്റ് ഫ്ലഡ്. എന്നിട്ട് അവിടെ ഇരുന്ന് അങ്ങോട്ട് റോസ്റ്റ് ചെയ്യാം. വറുത്തങ്ങോട്ട് എടുക്കുക. അപ്പം അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നെയ്യ് മൊത്തം വറ്റി കിട്ടും, ഇറച്ചി വെന്ത് കിട്ടും. പിന്നെ സവാള ഇട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റിൽ പരിപാടി തീരും. ഇത് വറുത്ത് കഴിഞ്ഞ് മാറ്റണം. അത് കഴിഞ്ഞിട്ട് സവാള ഇട്ടിട്ട് വാട്ടിയിട്ട് തക്കാളി ഇട്ടിട്ട് പിന്നെ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് കച്ചപ്സോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സോസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചിട്ട് പുറക്ക് തിരിച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ട് അവസാനം കുറച്ച് മല്ലിയില ഇട്ടിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അടച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ കറി റെഡി മോനെ. സൂപ്പറാ. പിന്നെ എന്തുകൊണ്ട് ഒറ്റ പാത്രത്തിൽ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകാൻ ഞാൻ തന്നെ പോകണം. അതുകൊണ്ട് നമ്മൾ എല്ലാം ഒറ്റ പാത്രത്തിൽ. എനിക്ക് വേണമെങ്കിൽ ഇതേ സമയത്ത് വേറെ പാത്രത്തിൽ സവോള ചെയ്യാം, പക്ഷെ ഞാൻ പാത്രം കഴുകേണ്ടി വരും. അത് നടപടി ആവില്ല. സോ എവറിത്തിങ് വിൽ ബി ഹാപ്പനിങ് ഇൻ ഓൺലി ദിസ് പാത്രം. അതെ, യു ആർ ദ സെലക്റ്റഡ് വൺ ബേബി. ഇങ്ങനെ മാറ്റാറേ വയസ്സായി. ഇപ്പോൾ 1.5 വർഷത്തിന് മേലെയായി. അത്രയ്ക്കുള്ളൂ. ഇതാണ് ഇപ്പോൾ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ. ഇനിയിപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഇതൊരു 3/4 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് വേവും. പച്ചവെള്ളമൊന്നും വെറുതെ കൂടി ഇടാം. ഫ്ലെയിം ഒരു ഏറ്റവും കുറവിലും കുറച്ചും കൂടി കൂട്ടി വയ്ക്കുക. അവിടെ ഇരുന്ന് വന്നോളൂ. പക്ഷേ ഒരു പ്രശ്നമില്ല, അടച്ചു വെക്കണം. അത് നിർബന്ധമാണ്. അപ്പോൾ ശരി, ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലക്കുന്നതിൻ്റെ പ്രധാന സാധനത്തിന് ഒരെണ്ണത്തിനുള്ളിലിടാം. ഒരെണ്ണത്തിന് താൽക്കാലികമായിട്ട് മുകളിൽ വയ്ക്കുക. ഇവനെ നമുക്ക് പറ്റിയാലിടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ പുറത്തിരിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട, അവൻ പോട്ടെ. അവരെയും ഇടുന്നു, ഇവരെ മുഴുവൻ ഇങ്ങോട്ട് ഇടുന്നു. അത് കഴിഞ്ഞ് അലക്കുന്നു. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് താഴെ ഇറച്ചി വേവിക്കാൻ വെച്ചേക്കാം. ഒരു 3/4 മണിക്കൂർ അവിടെ ടൈം കിട്ടും. ആ 3/4 മണിക്കൂറിനുള്ളിൽ ഇതിനെ അലക്കാനിട്ട് കഴിഞ്ഞ് തിരിച്ച് പോയിട്ട് അടുത്ത പരിപാടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിവിടെ കിടന്ന് അലക്കുകയും ചെയ്യും, അലക്കുകയും ചെയ്യും. എൻ്റെ ആ ഒരു പരിപാടി തീർന്ന് കിട്ടുകയും ചെയ്യും. ഒരു ദിവസം വെറുതിരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ജോലി ഇല്ലെന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ. ഓ മൈ ഗോഡ്. ശരിക്കും നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത് ജോലി ചെയ്യുന്ന വീട്ടമ്മമാരെ അല്ലേ. എന്ന് ആലോചിച്ച് നോക്കി. അവർ ജോലിക്കും പോകണം. ജോലി ഇല്ലാത്ത ദിവസം വീട്ടിലെ എല്ലാ പെൻഡിങ് കാര്യങ്ങളും ചെയ്യേണ്ടി വരും. വിദേശത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അവസ്ഥയും അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ വെർഷൻ അല്ലേ നിങ്ങളുടെ അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിലാണ്. കാരണം ഓ മൈ ഗോഡ് അല്ലേ. ഇത്രയും തിരക്കില്ലാത്ത ദിവസം ഇത്രയും തിരക്കുകൾ കൊണ്ട് മൂടും എന്ന് ഞാൻ വിചാരിച്ചില്ല. തിരക്കുകളുടെ ഇടയിൽ അധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത എന്നാൽ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ചെയ്യാൻ ഞാൻ മറന്നുപോയി. പല്ല് തേക്കാൻ. പറഞ്ഞിട്ട് കാര്യമില്ല. ഉറക്കത്തിൽ നെഞ്ചപ്പം വൈകി. അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കാൻ പോയി. പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ടാക്കാൻ പോയി. അത് കഴിഞ്ഞ് തുണി അലക്കാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ ഞാൻ മറന്നുപോയി. ഐ എം വെരി സോറി. നിങ്ങളും ഇതേപോലെ മറന്നു പോകാറുള്ളവരാണോ? അതായത് ബ്രഷ് ചെയ്യാൻ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ബ്രഷ് ചെയ്യാൻ പോകുന്നു. ബ്രഷ് ചെയ്താലേ സ്ട്രോങ് ടീത്ത് ഉണ്ടാവുകയുള്ളൂ. സ്ട്രോങ് ടീത്തിന് വേണ്ടി ബ്രഷ് ചെയ്യുക. അപ്പോൾ ശരി, ഇനി അടുത്ത കലാപരിപാടിയായിട്ട് ഞാൻ വരാം. ഇടയ്ക്ക് വെച്ച് കുറച്ച് കാര്യങ്ങൾ നടന്നായിരുന്നു, ഞാൻ മറന്നുപോയി. അതായത് ഈ പോർക്ക് കറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. പോർക്ക് ഒരു 95% നല്ല റോസ്റ്റ് ആയപ്പോഴേക്കും നമ്മളെടുത്തു. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ സവോള കയറ്റി, മുളക് കയറ്റി, കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു, പൊടികളൊക്കെ ഇട്ട് അങ്ങോട്ട് കുതിർത്തല്ല ഒന്ന് മാരിനേറ്റ് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. മസാലകളും ഇട്ടു, ഇത് തിളച്ചു. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്ത്. ഇങ്ങനെയാണ് ഞാൻ ടേസ്റ്റ് നോക്കുന്നത് കേട്ടോ. ഇത്തിരി ഉപ്പ് കുറവുണ്ട്, ഇത്തിരി ഇട്ടാൽ മതി. ഉപ്പ് അധികമായി കഴിഞ്ഞാണ്ടല്ല പ്രശ്നം. ഉപ്പ് കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല, നമുക്ക് വൈകുന്നേരം ആയാലും കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മുടെ വറുത്ത് വെച്ച പോർക്ക് എടുത്ത് തന്നൊക്കെ അങ്ങോട്ട് ഇടുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. സത്യം പറഞ്ഞാൽ കറിയായി, പക്ഷെ എൻ്റെ ഒരു സന്തോഷത്തിന് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 2 മണിക്കൂർ എടുക്കും. ഇതേ കറി തന്നെ 3/4 മണിക്കൂറിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇത് പിന്നെ വേറെ പണികളില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഇടയിലൂടെ എല്ലാ പണികളും തീർത്ത് പോകാം എന്നുള്ള ഒരു ഇത് കൂടി ഉണ്ടാവാനുള്ളത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ചെയ്തു പോകുമ്പോൾ കുറേ സമയമെടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്
ഈ ഒരു ഒറ്റ ടൈമർ, നാച്ചുറൽ ടൈമറിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകും എന്നുള്ളൊരു സ്കീം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ കറി ആയി, ഇനി ഒന്ന് സെറ്റായാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോറും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോയിട്ട് തുണി കൂടി എടുത്തു കഴിഞ്ഞാൽ ശുഭം. അടച്ചു വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തെ, ഒരു സാധനം ഇടാൻ. അതായത് മല്ലിയില കൂടി അതിലങ്ങോട്ട് ഇടണം കേട്ടോ. മല്ലിയില, സബ്സെ ശുദ്ധ മല്ലിയില, നമ്മുടെ നാട്ടിൽ നിന്നും വന്നതാണ് എന്ന് വിശ്വസിക്കുന്ന മല്ലിയില കൂടി നമ്മൾ ഇടേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ അറ്റം ഭാഗം ഞാൻ എടുക്കാറില്ല. ഈ രണ്ടറ്റം ഭാഗം ഞാൻ താൽക്കാലികമായി ഇങ്ങോട്ട് ഇടുന്നു. ആരും പേടിക്കേണ്ട, ഞാൻ തന്നെ വൃത്തിയാക്കും. പിന്നെ നന്നായിട്ട് അങ്ങോട്ട് നുറുക്കി മൊത്തം നുറുക്കാൻ നിന്നാൽ ശരിയാവില്ലല്ലോ. അപ്പം മൊത്തം നുറുക്കി ഇടും, പക്ഷെ വീഡിയോ വളരെ നീണ്ടുപോകും. അതുകൊണ്ട് കുറച്ച് മല്ലിയില നുറുക്കിയത് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ അതിസുന്ദരമായ സുമുഖനും സുശീലനുമായ നമ്മുടെ കറിയിലേക്ക് വെഞ്ചരിച്ചിടുക. ഇവിടെ പോ. എന്നിട്ട് ഇത് ഇളക്കി വെച്ചാൽ, ഇളക്കി ഒന്ന് അടച്ചൊരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മല്ലിയിലയുടെയും കൂടി ഫ്ലേവറുള്ള സൂപ്പർ പോർക്ക് കറി റെഡിയാവും. ഇനി ഞാൻ പോയി തുണി എടുക്കട്ടെ കേട്ടോ. താൽക്കാലികമായിട്ട് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തുണി ഉണക്കാനിടാറുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ചെറിയൊരു ഡോർവേയാണ്. നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്നു, ഇവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം. അകമൊത്തത്തിൽ ഞാൻ മാത്രമുള്ളത് കൊണ്ട് തന്നെ ഈ സാമ്രാജ്യം മുഴുവൻ എൻ്റെ ഇത് മാത്രമാണ്. പക്ഷേ അത് എത്ര കാലം ഉണ്ടാകുമെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പം കഴിഞ്ഞൊരു സെമ്മല്ല, ഒരു സെമ്മിന് മേലെയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ ഏത് ദിവസം വേണമെങ്കിലും മാറ്റാം, പക്ഷെ മാറ്റാതിരിക്കട്ടെ. കാരണം ഈ ഒറ്റയ്ക്കുള്ള റൂം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു പ്രത്യേക വൈബും പ്രത്യേക തരം സമാധാനവുമാണ്. ഇതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തു തരാമെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങളും ഒരു കാലത്ത് നിങ്ങളുടെ റൂംമേറ്റിൻ്റെ തൊല്ല കാരണം ഇതെങ്കിലും ഇറങ്ങിപ്പോയി കിട്ടി, മൊത്തത്തിൽ നിങ്ങളുടെ സ്വന്തമായി കിട്ടിയപ്പോൾ കിട്ടുന്നൊരു സുഖം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും ഏതെങ്കിലും കാലത്ത്. അപ്പോൾ തുണി ഇറക്കി കഴിഞ്ഞു. ഇനി എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇതങ്ങോട്ട് വിരിക്കുക, അത് കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കുക, അത് കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് നടക്കാൻ പറ്റിയാൽ ബോധമുണ്ടെങ്കിൽ പോവുക, അല്ലെങ്കിൽ കിടന്നുറങ്ങുക. കാരണം ഉറക്കം കുറച്ചധികം നാളത്തെ ഇങ്ങനെ പെൻഡിങ്ങിലാണ്. ഞാൻ ഇതങ്ങോട്ട് തീർക്കട്ടെ. ഇത് മൊത്തം വിരിക്കലുള്ളിൽ കാണിക്കുന്നില്ല, കാരണം അതൊരു 10-15 മിനിറ്റ് പോകും. അപ്പം ശരി. അങ്ങനെ അവസാനം എവറിത്തിങ് ഈസ് ഗോയിങ് ഗ്രേറ്റ്. എന്താണെന്നല്ലേ, കറിക്ക് കറി റെഡി, മുറി ക്ലീനിങ്ങിന് ആ പരിപാടി റെഡി, തുണി അലക്കലിന് ആ പരിപാടി റെഡി. ഇനി എനിക്ക് എൻ്റെ മേത്ത് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാം, കാരണം ബാക്കി പരിപാടികൾ എല്ലാം കഴിഞ്ഞു. പക്ഷേ ഞാൻ ചാവുകയും ചെയ്തു. അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ആ ജോലിയുടെ ഉള്ള ആ ഒരു തീവ്രത അങ്ങോട്ട് കുറഞ്ഞ് ഇന്നിപ്പോൾ റെസ്റ്റിംഗ്, ബോഡി ഇങ്ങനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നടക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിത് ഞാൻ ചെരിയും ഒരു ഗംഭീര ഉറക്കത്തിലേക്ക്. അപ്പോൾ നമ്മുടെ കറി കാണാനുള്ള ലുക്ക് സൂപ്പറാണ്. ആ മല്ലിയിലയുടെ ദൈവം നാക്ക് ഓടിക്കേണ്ട സമയമായി. മല്ലിയിലയുടെ ഫ്ലേവർ കൊണ്ട് എടുത്ത് കയറി വരുന്നുണ്ട് മണത്തിൽ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പോർക്കിൻ്റെ 2 നല്ല വലിയ കഷ്ണങ്ങൾ എടുക്കുക. സമയം കുറയുകയാണെങ്കിൽ വലിയ കഷ്ണമായിട്ട് നുറുക്കുക. അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇച്ചിരി സവോള ഗ്രേവിയും കൂടി വെക്കണേ. ഇച്ചിരി ഗ്രേവിയും കൂടി വെച്ചിട്ട് ഇത്തിരി ചോറിട്ടിട്ട് ഇങ്ങനെ എടുക്കണം. ഒരു ഉരുള ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ കരിയർ ബെസ്റ്റ് കറി. ദിവസം മുഴുവൻ എങ്ങനെ മുറിയിലിരുന്ന് തീർക്കുക, ഇത് ഭയങ്കര ബോറാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങി സെൻറ്ററിലൊക്കെ പോയിട്ടൊന്ന് നടന്നിട്ട് ഒരു KFC ബക്കറ്റും കൂടി പാസ്സാക്കാമെന്ന് വെച്ചു. ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു ട്യൂസ്ഡേ ബക്കറ്റും കൂടി വാങ്ങാം. എങ്ങനെ അതും കൂടി മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ശാന്തസ്വരൂപമായ രീതിയിൽ എനിക്ക് അവസാനിപ്പിക്കാമല്ലോ ഇന്നത്തെ ദിവസം. അല്ല, എനിക്കും നിങ്ങൾക്കും ഒരേപോലെ. അപ്പോൾ അതും കൂടി ചെയ്ത് തീർത്തിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആഘോഷകരമായി അവസാനിപ്പിക്കാം.